+2 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രജൻ ഫാമിലിയിലെ ഇമ്പോർട്ടന്റ് മെമ്പറായ ഫോസ്ഫറസിന്റെ അല്ലോട്രോപ്സ് ആണ്. അല്ലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ്. നമുക്കറിയാം, അല്ലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് തന്നെ പല ഫോമില് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെ? അങ്ങനെ ഫോസ്ഫറസ് 3 പ്രധാന അല്ലോട്രോപിക് ഫോംസ് ആണ് കാണിക്കുന്നത്. ഒന്നാമത്തത് വൈറ്റ് ഫോസ്ഫറസ്, രണ്ടാമത്തത് റെഡ് ഫോസ്ഫറസ്, മൂന്നാമത്തത് ബ്ലാക്ക് ഫോസ്ഫറസ്. ഇങ്ങനെ 3 അല്ലോട്രോപിക് ഫോംസ് ആണ് ഫോസ്ഫറസിന് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് ഫോസ്ഫറസിന്റെയും റെഡ് ഫോസ്ഫറസിന്റെയും പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല കിടക്കുന്നത്, പക്ഷെ ഇതാണ് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം. ഇതിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് സോഫ്റ്റ് ട്രാൻസ്ലൂസന്റ് വൈറ്റ് വാക്സി സോളിഡ് ആണ്. സോഫ്റ്റ് ആണ്, ട്രാൻസ്ലൂസന്റ് ആണ്, അതൊരു വൈറ്റ് വാക്സി സോളിഡ് ആണ്. എന്നാൽ റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അതുകൂടാതെ ഇതിനൊരു ഡാർക്ക് ഗ്രേ ലസ്റ്റർ ആണുള്ളത്, തിളക്കം. അയൺ ഗ്രേ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഗ്രേ കളറാണ്. നൗ വൈറ്റ് ഫോസ്ഫറസ് പോയിസണസ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ വേപ്പേഴ്സ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമായി തീരാം. ദെൻ അതിന്റെ സ്മെൽ എന്താണ്? ഗാർലിക് സ്മെൽ, വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. എന്നാൽ റെഡ് ഫോസ്ഫറസ് എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, നോൺ പോയിസണസ് ആണ്. കൂടാതെ അത് ഓർഡർലെസ് ആണ്, സ്മെല്ലൊന്നും ഇല്ല. നൗ ദ തേർഡ് വൺ, വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സോല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. എന്നാൽ റെഡ് ഫോസ്ഫറസോ ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ബോത്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. നൗ ദ ഫോർത്ത് ഡിഫറൻസ് ഈസ് the white phosphorus glows in dark. ഇരുട്ടത്ത് അത് തിളങ്ങും, അല്ലെ? ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കെമിലൂമിനസെൻസ് എന്ന്. എന്നാൽ റെഡ് ഫോസ്ഫറസിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്. നൗ ദ ഫിഫ്ത് വൺ, വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി കുറവാണ്. ആൻഡ് above 1070 Kelvin it dissociates into P2 molecules. വൈറ്റ് ഫോസ്ഫറസ് ഡിസോസിയേറ്റ് ചെയ്ത് P2 ആയിട്ട് മാറും 1070 കെൽവിന് മുകളിലേക്ക്. എന്നാൽ റെഡ് ഫോസ്ഫറസോ ക്വൈറ്റ് സ്റ്റേബിൾ ആൻഡ് ലെസ് റിയാക്റ്റീവ് ദാൻ വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് ആർക്ക്? റെഡ് ഫോസ്ഫറസിന്. നൗ ദി സിക്സ്ത് ഡിഫറൻസ്, വൈറ്റ് ഫോസ്ഫറസ് ബേൺ ഇൻ എയർ. അതായത് വൈറ്റ് ഫോസ്ഫറസ് ചെറിയ 303 കെൽവിനില്, നമുക്കറിയാം 373 കെൽവിനാണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന്. അതിലും താഴെയുള്ള ടെമ്പറേച്ചർ ആണ് 303 കെൽവിൻ എന്ന്. ആ 303 കെൽവിനിൽ തന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയിട്ട് മാറും. ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ് ഫോസ്ഫറസ് പെന്റോക്സൈഡിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ഫോസ്ഫറസിനെ ഓപ്പൺ എയറിൽ വെറുതെ വെക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ വാട്ടറിലാണ് കീപ്പ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് അണ്ടർ വാട്ടർ. ഇത് ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെച്ചോണം. ദെൻ എന്നാൽ റെഡ് ഫോസ്ഫറസോ, റെഡ് ഫോസ്ഫറസ് 303 കെൽവിനിലല്ല അത് ബേൺ ചെയ്യുന്നത്. അത് 565 കെൽവിനില് അത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയിട്ട് മാറും. അത്രയും സ്റ്റെബിലിറ്റി അതിനുണ്ട്. ഇനി വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഒരു ബോയിലിംഗ് സൊല്യൂഷനിലാണ് വൈറ്റ് ഫോസ്ഫറസ് ഈ റിയാക്ഷൻ നടത്തുന്നത്. എന്നിട്ട് PH3 ഫോസ്ഫീൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ദെൻ ദ ബൈ പ്രൊഡക്റ്റ് ഈസ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. എന്നാൽ റെഡ് ഫോസ്ഫറസ് കാസ്റ്റിക് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് ഫോസ്ഫറസിനെയും വൈറ്റ് ഫോസ്ഫറസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ള റിയാക്ഷൻ കൊണ്ട് സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റ് ഫോസ്ഫറസ് ആൻഡ് റെഡ് ഫോസ്ഫറസ്. കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഫോസ്ഫീന്റെ പ്രിപ്പറേഷന് നമ്മൾ ഇനി പഠിക്കാനുള്ളതാണ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴേ പഠിച്ചു പോവുക. ഓക്കെ, ഇനി വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ നോക്കാം. എന്താണ് വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ? ഒരു ടെട്രാഹെഡ്രൺ ആയിട്ടാണ് വൈറ്റ് ഫോസ്ഫറസ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
P4 മോളിക്യൂളായിട്ട്. ഓരോ ഫോസ്ഫറസ് ആറ്റവും 3 മറ്റ് ഫോസ്ഫറസ് ആറ്റംസ് ആയിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. സോ ഇറ്റ് എക്സിസ്റ്റ് ആസ് P4 യൂണിറ്റ്സ്. P4 യൂണിറ്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. And each phosphorus atoms lie at the corners of a tetrahedron. ഒരു ടെട്രാഹെഡ്രന്റെ 4 കോർണേഴ്സിലാണ് ഓരോ ഫോസ്ഫറസ് ആറ്റവും കിടക്കുന്നത്. ഇനി ഇതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ബോണ്ട് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് കൊണ്ട് ഇത് ഹൈലി സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു മോളിക്യൂളാണ്. ഹൈ സ്ട്രെയിൻ ആണ് ഫോസ്ഫറസ് മോളിക്യൂളിന്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. So due to this small bond angle 60 degree, P4 white phosphorus is a highly strained molecule and hence it is highly reactive ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓരോ ഫോസ്ഫറസിനും ഓരോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും കൂടാതെ ഓരോ ഫോസ്ഫറസ് ആറ്റവും മറ്റ് 3 ഫോസ്ഫറസ് ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഇത് അറ്റൈൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് വൈറ്റ് ഫോസ്ഫറസ്. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, വൈ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹൈലി റിയാക്റ്റീവ്? അതിന്റെ കാരണം എന്താണ്? അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ഇറ്റ് ഈസ് അണ്ടർ ഹൈ സ്ട്രെയിൻ, ഹെൻസ് ഇറ്റ് ഈസ് റിയാക്റ്റീവ്. ഓക്കെ, ഇനി അടുത്തത് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വൈറ്റ് ഫോസ്ഫറസിനെ, ദിസ് ഈസ് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിനെ 573 കെൽവിനില് ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ സെവറൽ ഡേയ്സ്, ഒരുപാട് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഡ് ഫോസ്ഫറസ് കിട്ടും. ഇങ്ങനെയാണ് വൈറ്റ് ഫോസ്ഫറസിൽ നിന്ന് റെഡ് ഫോസ്ഫറസ് കിട്ടുന്നത്. ഇനി ഈ റെഡ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. വൈറ്റ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ ഡിസ്ക്രീറ്റ് ടെട്രാഹെഡ്രൽ P4 യൂണിറ്റ്സ് ആണ്. ഇവിടെയും P4 യൂണിറ്റ്സ് തന്നെയാണ്, പക്ഷേ ഇതിനൊരു പോളിമറിക് സ്ട്രക്ചർ ആണ്. അത് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഫോസ്ഫറസ് വീണ്ടും അടുത്ത ഫോസ്ഫറസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. വീണ്ടും ഈ ഫോസ്ഫറസ് അടുത്ത ടെട്രാഹെഡ്രൽ യൂണിറ്റുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. ഇവിടെ ഈ 2 ഫോസ്ഫറസുകൾ തമ്മിൽ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഈ ബോണ്ടിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 വശത്തേക്കും പോകുന്നു. സോ ദിസ് ഈസ് എ പോളിമറിക് സ്ട്രക്ചർ. പോളിമറിക് സ്ട്രക്ചർ. P4 യൂണിറ്റ്സ് തന്നെ ലിങ്ക് ചെയ്ത് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ അലോട്രോപ്പ് ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസിൽ 2 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ്. ഇതിനകത്ത് എങ്ങനെയാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെഡ് ഫോസ്ഫറസിനെ 803 കെൽവിനില് ഒരു സീൽഡ് ട്യൂബില്, നന്നായിട്ട് സീൽ ചെയ്ത അടച്ച ട്യൂബില് 803 കെൽവിനില് ഹീറ്റ് ചെയ്യുമ്പോൾ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടുന്ന ഈ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എയറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് തനിയെ സബ്ലൈം ചെയ്യും. സബ്ലൈം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് സോളിഡ് ടു വേപ്പർ. അതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ലഭിക്കുന്നത് ഒപ്പേക് മോണോക്ലിനിക് ക്രിസ്റ്റൽസ്, മോണോക്ലിനിക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ റോംബോഹെഡ്രൽ ഫോമിലാണ് ലഭിക്കുന്നത്. ഓക്കെ, ആൽഫ ബ്ലാക്ക് ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയർ. നമ്മൾ കണ്ടു വൈറ്റ് ഫോസ്ഫറസും റെഡ് ഫോസ്ഫറസും എയറിൽ ഓക്സിഡൈസ് ചെയ്ത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയിട്ട് മാറും. സോ ദിസ് ബ്ലാക്ക് ഫോസ്ഫറസ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയർ. എയറിൽ ഓക്സിഡൈസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബ്ലാക്ക് ഫോസ്ഫറസ് എന്താണ്? സ്റ്റേബിൾ ആണ്. ആരെക്കാൾ? വൈറ്റിനേക്കാളും റെഡിനേക്കാളും. ഓക്കെ, ഇനി അടുത്തത് ബീറ്റ ബ്ലാക്കിന്റെ പ്രിപ്പറേഷൻ. ബീറ്റ ബ്ലാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിനെ 473 കെൽവിനില് 473 കെൽവിനില് ഹൈ പ്രഷറിൽ, ഹൈ പ്രഷർ എന്ന് പറയുന്നത് 4000 മുതൽ
1200 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ കൊടുക്കണം. അത്രയും ഹൈ പ്രഷർ കൊടുക്കണം. അത്രയും ഹൈ പ്രഷർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏത് ഫോം കിട്ടുന്നത്? ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടുന്നത്. ഇതും എന്ത് ചെയ്യില്ല? ഓക്സിഡൈസ് ചെയ്യില്ല, എയറിൽ ഓക്സിഡൈസ് ചെയ്യില്ല. അപ് ടു 673 കെൽവിൻ, അപ് ടു 673 കെൽവിൻ വരെ ഇത് എയറിൽ ഓക്സിഡൈസ് ചെയ്യില്ല. ഓക്കെ, സോ അപ് ടു 673 കെൽവിൻ വരെ ഈ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് എയറിൽ ഓക്സിഡൈസ് ചെയ്യില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആയിട്ട് മാറി ഡെൻസ് വൈറ്റ് ഫ്യൂംസ് കിട്ടിയില്ലേ? അതുപോലെ ഒരു റിയാക്ഷൻ അപ് ടു 673 കെൽവിൻ വരെ ഇത് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബ്ലാക്ക് ഫോസ്ഫറസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് ഹൈലി പോളിമറിക് സ്ട്രക്ചർ, ഹൈലി പോളിമറിക് സ്ട്രക്ചർ ആണ്. വൈറ്റ് ഫോസ്ഫറസിന്റെ ഡിസ്ക്രീറ്റ് P4 യൂണിറ്റ്സ് ആയിട്ടാണ്, റെഡ് ഫോസ്ഫറസിന്റെ പോളിമറിക് യൂണിറ്റ്സ് ആയിട്ടാണ്. എന്നാൽ ബ്ലാക്ക് ഫോസ്ഫറസിന്റെ വന്നപ്പോൾ ഡബിൾ ലെയറുമുണ്ട്, കൂടാതെ ഹൈലി പോളിമറിക് സ്ട്രക്ചറുമാണ്. അപ്പൊ തെർമോഡൈനാമിക്കലി ഏറ്റവും സ്റ്റേബിൾ ഫോമും ഇനാക്റ്റീവ് ഫോമും ഏതാണ്? ഫോസ്ഫറസിന്റെ ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും തീപ്പെട്ടി കണ്ടിട്ടുണ്ടോ? തീപ്പെട്ടി കമ്പില്ലേ? ആ കമ്പിന്റെ അഗ്രഭാഗത്ത് അത് മാച്ച് ബോക്സിൽ ഒരയ്ക്കുമ്പോഴാണ് തീ കത്തുന്നത്. അപ്പൊ ആ തീപ്പെട്ടി കമ്പിനകത്ത്, കമ്പിന്റെ അഗ്രഭാഗം ഉരുണ്ടിരിക്കുന്ന ഭാഗത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. P4S3 ഫോസ്ഫറസിന്റെ സൾഫൈഡ് ആണ്, കൂടാതെ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉണ്ട്, പിന്നെ ഫില്ലേഴ്സ്, ദെൻ ജെലാറ്റിൻ. ഇവയെല്ലാം കൂടെ ബൈൻഡ് ചെയ്യാനായിട്ട്, ചേർത്ത് നിർത്താനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ജെലാറ്റിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയ ഭാഗമാണ് ആ മാച്ച് ബോക്സിന്റെ ഉരുണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മാച്ച് ബോക്സിന്റെ സൈഡിൽ പ്രസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരയ്ക്കുമ്പോഴാണ്. മാച്ച് ബോക്സിന്റെ സൈഡ് എന്താണ്? സാൻഡ് പേപ്പർ ആണ്. അപ്പൊ ഈ സാൻഡ് പേപ്പറിൽ ഒരയ്ക്കുമ്പോൾ ഈ ഫോസ്ഫറസിന്റെ സൾഫൈഡും പൊട്ടാസ്യം ക്ലോറൈറ്റും തമ്മിൽ റിയാക്ഷൻ നടന്ന് അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകും. ആ ഹീറ്റ് എനർജിയാണ് ഈ മാച്ച് സ്റ്റിക്കിനെ ബേൺ ചെയ്യിക്കുന്നത്. അങ്ങനെയാണ് തീപ്പെട്ടി കമ്പ് കത്തുന്നത്. ഫോസ്ഫറസിന്റെ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. റൈറ്റ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റ് ഫോസ്ഫറസ് ആൻഡ് റെഡ് ഫോസ്ഫറസ്. ഓക്കെ, സെക്കൻഡ് വൺ, ഗീവ് റീസൺ. ഫോസ്ഫറസ് ഈസ് സ്റ്റോർഡ് അണ്ടർ വാട്ടർ. സെക്കൻഡ് വൺ, വൈറ്റ് ഫോസ്ഫറസ് ഈസ് മോർ റിയാക്റ്റീവ്. ഇതിന്റെ രണ്ടിന്റെയും കാരണം എഴുതുക. Okay, now third one, write the reaction between white phosphorus and caustic soda. നമ്മൾ formation of PH3 ഫോസ്ഫീൻ ഇല്ലേ, അതാണ് ആ റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.